സ്നേഹത്തിൻ്റെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കുകയാണ് ഒരു വേഴാമ്പൽ കുടുംബം. കോതമംഗലം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിലെ തേക്ക് മരത്തിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത്. ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധങ്ങളുമൊക്കെ ഉണ്ട്. അത് എത്രത്തോളം വലുതാണ് എന്നൊക്കെ നമ്മെ ഈ വേഴാമ്പൽ കുടുംബം ഓർമ്മിപ്പിക്കുന്നു. ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിലെ കൂറ്റൻ തേക്കുമരത്തിന്റെ മുകൾ ഭാഗത്താണ് കുഞ്ഞു വേഴാമ്പൽ കുടുംബത്തിന്റെ താമസം. മരത്തിൽ പൊത്തുണ്ടാക്കിയാണ് വീടൊരുക്കിയിരിക്കുന്നത്. പെൺവേഴാമ്പലിന്റെ ശരീരസ്രവങ്ങളും മണ്ണും കുഴച്ച് കൂടിന്റെ പ്രവേശനദ്വാരം ഭാഗികമായി അടച്ച് സുരക്ഷ ഉറപ്പാക്കും. അതിനുള്ളിലാണ് പെൺവേഴാമ്പൽ അടയിരിക്കുക. 6 ആഴ്ച മുതൽ 12 ആഴ്ച വരെയൊക്കെ പെൺവേഴാമ്പൽ ഇങ്ങനെ കൂടിനുള്ളിലെ ഇരുട്ടിൽ കഴിയും. തന്റെ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണവും കാവലും ഒരുക്കുന്ന ആൺവേഴാമ്പൽ കൗതുക കാഴ്ചയാണ്. ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധങ്ങളും ഒക്കെയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കൗതുക കാഴ്ചയാണ് ഈ വേഴാമ്പൽ കുടുംബത്തിന്റെ ജീവിതമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി സന്തോഷ് പറഞ്ഞു. തേക്കുമരത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു 5-6 മീറ്റർ ഉയരത്തിലായിട്ട് വലിയ ഒരു പൊത്ത് ഉണ്ട്. ആ പൊത്തിൽ എല്ലാ ജനുവരി മാസത്തോടു കൂടിയും 2 വേഴാമ്പൽ പക്ഷികൾ എത്തിച്ചേരാറുണ്ട്. ഈ ആൺപക്ഷി ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുകയോ എന്തെങ്കിലും വിധത്തിൽ ഇല്ലാതാവുകയോ ചെയ്താൽ ഈ കുടുംബം തന്നെ പെൺപക്ഷിയും കുഞ്ഞുങ്ങളും അടക്കം പട്ടിണിയായി മരിച്ചു പോകുന്ന ഒരു പ്രത്യേകത കൂടി ഈ വേഴാമ്പൽ ജീവിവർഗത്തിനുണ്ട്. പഴങ്ങൾ, ചെറുപ്രാണികൾ, പല്ലികൾ എന്നിവയാണ് വേഴാമ്പലുകളുടെ പ്രധാന ആഹാരം. കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയാൽ ആൺവേഴാമ്പൽ കൂടുപൊളിച്ച് പെൺവേഴാമ്പലിനെയും കുഞ്ഞുങ്ങളെയും സ്വതന്ത്രരാക്കും. ഇരപിടിയന്മാരായ മറ്റ് ജീവജാലങ്ങൾക്ക് സംശയം തോന്നാത്ത വിധത്തിൽ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഈ സെക്യൂരിറ്റി ജോലിക്കൊപ്പമാണ് ആൺവേഴാമ്പൽ ഭക്ഷണം കണ്ടെത്തി കുടുംബത്തെ പോറ്റുന്നത്. ഇന്ത്യയിലാകെ 9 തരത്തിൽപ്പെട്ട വേഴാമ്പലുകൾ ഉണ്ടെന്നാണ് കണക്ക്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇവയെ കൂടുതലും കാണപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.